ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ? ഞാൻ എന്താ ചെയ്യാ മാഡം? എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. കൃഷ്ണ, ഇപ്പോഴത്തെ അവസ്ഥയില് ഗാഥയെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ ഒരു കാരണവശാലും പറ്റില്ല. മാഡം പറയും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഇത്രയും നാളും എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിച്ചു കൂട്ടി. ഇനിയൊരു പക്ഷേ അതൊന്നും നടന്നില്ലെങ്കിലോ? നാളെ പൂജ നടക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് വരാം. വന്നതിന് ശേഷം അവിടുത്തെ സാഹചര്യം എല്ലാം ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഒരു മാർഗം നമുക്ക് കണ്ടെത്താം. മാഡം വിശ്വസിക്കൂ കുട്ടി, ദൈവം നമ്മളെ കൈവിടില്ല. നാളെ ഒരു മാർഗം നമ്മുടെ മുന്നിലുണ്ടാവും. നീ ഒന്ന് സമാധാനിക്കും. മാഡം, ഞാൻ മാഡത്തെ പരിപൂർണമായിട്ടും വിശ്വസിക്കാം. നവീന്റെയും ഗാഥയുടെയും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം തന്നെയാ ഈ നേരം വരെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതെനിക്കറിയാം. നിന്നെപ്പോലെ നന്മ നിറഞ്ഞ ഒരാളുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല. ആ വിശ്വാസത്തിലാ ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നു. കൃഷ്ണ ഫോൺ വെച്ചോ, നമുക്ക് നാളെ കാണാം. ശരി. ഭക്ഷണം കഴിക്കേ. എനിക്ക് വേണ്ട. പട്ടിണി കിടന്നിട്ട് ഒന്നും നേടാനില്ല. ശരിയാണ്, എനിക്കൊന്നും നേടാനില്ല. പക്ഷേ നിങ്ങൾക്കും നിങ്ങളുടെ മോൾക്കും പലതും നേടാനുണ്ടല്ലോ. എനിക്കിവിടുന്ന് പോണം, എത്രയും പെട്ടെന്ന് പോണം. ആ കൃഷ്ണയെ വിളിച്ചു വരുത്ത്. അതെങ്ങനെ സാധിക്കാനേ? സാധിക്കണം. നിങ്ങൾ അത് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ മോളെ ഞാൻ എന്താ ചെയ്യാന്നറിയോ? മതി, ഇങ്ങനത്തെ ഭീഷണിയൊന്നും വേണ്ട. ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലേ ഞാനും എന്റെ മോളും അല്ല അതിന് കാരണം. സ്വന്തം കയ്യിലിരിപ്പ് തന്നെയേ അല്ലേ? നിനക്കിങ്ങനെ ദേഷ്യം കാണിക്കാൻ എന്താ അവകാശം? അങ്ങനെ ദേഷ്യപ്പെടണമെങ്കിലേ അത് കാണിക്കേണ്ടത് എന്റെ മോളാ. പെൺകുട്ടികളായാലേ കുറച്ച് അടക്കം ഒതുക്കൊക്കെ കാണിക്കണം. അതെങ്ങനെയാ? ജനിച്ച നാള് മുതലേ അഹങ്കാരം അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നിങ്ങൾ ഞാൻ ഓ, നീ എന്തേ കാണിച്ചേ? നീ എന്നെ ബോധപൂർവ്വം അറിഞ്ഞതാ അല്ലേ? മറ്റുള്ളവരുടെ റൂമില് അനാവശ്യമായിട്ട് എത്തി നോക്കിയാ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും. തെരുവിൽ കിടന്ന് വളർന്നവർക്ക് ഇവിടത്തെ സൗഭാഗ്യങ്ങൾ കിട്ടിയതിന്റെ അഹങ്കാരമാണ്. തിന്നാനും കുടിക്കാനും ഇല്ലാതെ കിടന്നതല്ലേ നീയൊക്കെ? ഞാൻ ആരാണെന്ന് കരുതി നിങ്ങൾ ഈ സംസാരിക്കുന്നേ? എന്റെ ലിവിംഗ് സ്റ്റേറ്റസ് എന്താണെന്നറിയോ നിങ്ങൾക്ക്? എന്നെ കുറിച്ച് ശരിക്കും അറിഞ്ഞാലേ നിങ്ങൾ ഞെട്ടിപ്പോവും. ഇവിടുത്തെ കെട്ടിലമ്മയാണെന്ന് നിങ്ങൾക്കൊരു ധാരണയുണ്ടാവും. പക്ഷെ ഞാനതൊന്നും വകവെച്ച് തരില്ല. മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. ഈ അഹങ്കാരത്തിനുള്ള ശിക്ഷ ഏതു വഴിക്കാ തരേണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്താ നീ ഉദ്ദേശിക്കുന്നത്? മൂർത്തി, അവളുടെ ധിക്കാരം ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരിക. എന്നെ മറികടന്ന് ഇവിടെ ഒരുത്തി വാഴുന്നത് എന്നെ കൊണ്ടൊരിക്കലും സഹിക്കാൻ പറ്റില്ല. മാഡം സാറിനോട് പറഞ്ഞില്ലേ? അവനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മകളെ കണ്ടെത്തിയ സന്തോഷത്തില് അവനിപ്പോ മറ്റെല്ലാം മറന്ന മട്ട.
അനിയന്റെ മോള് ജീവിച്ചിരിക്കുന്നത് നമുക്കെല്ലാം ഒരു തടസ്സ. അതിന് ഞാനൊരു മാർഗം കണ്ടിട്ടുണ്ട്. എന്തു മാർഗം? കഴിക്കുന്ന ഭക്ഷണത്തില് എന്തെങ്കിലും വിഷം ചേർത്ത് അവളെ ഇല്ലാതാക്കണം. പക്ഷേ അതെങ്ങനെ? അനിയന്റെ ജീവിതത്തിൽ നിന്നും ഈ കുടുംബത്തിൽ നിന്നും അവള് മാത്രം പോയാ പോരല്ലോ. മൂർത്തി, കൂടെയുള്ള ശാന്തിയും പോണ്ടേ? അല്ലെങ്കിൽ മോള് ചത്തുപോയാല് ശാന്തിയോടുള്ള കടപ്പാടും പറഞ്ഞ് ഉള്ള സ്വത്ത് മുഴുവൻ അനിയൻ അവളുടെ പേരിൽ എഴുതി വെക്കില്ലേ? അതൊക്കെ സാധ്യതയുള്ള കാര്യങ്ങളാ. പക്ഷേ ഒറ്റയടിക്ക് രണ്ടുപേരെ എങ്ങനെ ഒഴിവാക്കും? ഒഴിവാക്കിയേ പറ്റൂ. കൃഷ്ണയ്ക്ക് വിഷം കൊടുത്ത് കൊല്ലുന്നത് ശാന്തിയാണെങ്കിലോ? മാഡം, അത് തന്നെയാണ് എന്റെ പ്ലാനിങ്. ശാന്തിയുടെ കയ്യിൽ നിന്ന് അങ്ങനൊരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ മോള് മരിക്കും, അമ്മയെ പോലീസ് അറസ്റ്റും ചെയ്യും. അപ്പൊ പിന്നെ തൽക്കാലം നമുക്ക് നേരെ വന്ന ശത്രുക്കൾ രണ്ടും തീർന്നില്ലേ? നടന്നാൽ നല്ല കാര്യമാ. പക്ഷേ പാളിപ്പോയാൽ? അതിനൊരവസരം നോക്കണം. ആർക്കും സംശയമില്ലാത്തൊരവസ്ഥയിൽ ചെയ്യാനുള്ളത് ചെയ്യണം. അനിയന്റെ സമ്പത്ത് ഇനി കൈവിട്ടു പോവാൻ ഞാൻ സമ്മതിക്കില്ല. അതിനേക്കാൾ നല്ലത് ഒരു ജീവൻ എടുക്കുന്നതാ മൂർത്തി. ആഗ്രഹങ്ങളുടെ വില ഇവറ്റകൾക്കറിയില്ല. പക്ഷെ എനിക്കത് നന്നായിട്ടറിയാം. ഇത്രയും കാലം കാത്തു രക്ഷിച്ച അമ്മ തന്നെ മകളുടെ ജീവനൊങ്ങ് എടുക്കട്ടെ.